എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോ മാൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം വിക്രം സാരാഭായ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 23. ടെലിവിഷൻ പ്രക്ഷേപണത്തിനും കാലാവസ്ഥാ പ്രവചന സേവനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം GSAT-24. 2025 ജനുവരി 29 GSLV F-15 ലോഞ്ചിംഗ് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO അതിൻ്റെ 100ാമത്തെ ദൗത്യത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം NVS-02. NVS-02 മിഷൻ ഡയറക്ടർ ആരാണ്? ഉത്തരം തോമസ് കുര്യൻ. 2024 ഡിസംബറിൽ ISRO ഏത് വാഹനത്തിലാണ് സ്പേഡക്സ് മിഷൻ്റെ ഭാഗമായി 2 ചെറു ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചത്? ഉത്തരം PSLV C-60. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുള്ള സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. ഇന്ത്യയുടെ 3ാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാനുപയോഗിച്ച റോക്കറ്റ്? ഉത്തരം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ചന്ദ്രയാൻ 3ൻ്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി? ഉത്തരം സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഉത്തരം ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നാണ്? ഉത്തരം 2023 ആഗസ്റ്റ് 23. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ആര്യഭട്ടൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ? ഉത്തരം S മോഹനകുമാർ. ചന്ദ്രയാൻ 3 പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഉത്തരം P വീരമുത്തുവേൽ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത?
ഉത്തരം സുനിത വില്യംസ്. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? ഉത്തരം വിക്രം സാരാഭായ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമേത്? ഉത്തരം ഒഡീസിയസ്. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ എത്തിയ ആദ്യ പേടകം ഏത്? ഉത്തരം അപ്പോളോ 11. ഇന്ത്യയിലെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം നിഗർ ഷാജി. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പദ്ധതിയായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ചന്ദ്രനിലെ മണ്ണിനെ പറയുന്ന പേര് എന്താണ്? ഉത്തരം റിഗോലിത്ത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത? ഉത്തരം വാലന്റീന തെരഷ്കോവ. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം? ഉത്തരം സല്യൂട്ട് 1. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം? ഉത്തരം വ്യാഴം. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ എഴുതിയതാര്? ഉത്തരം ONV കുറുപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം?
ഉത്തരം ആപ്പിൾ. ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത്? ഉത്തരം കലാം സാറ്റ്. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര്? ഉത്തരം മൈക്കിൾ കോളിൻസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1969 ജൂലൈ 21.